ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ വീഡിയോ സെഷനിൽ വന്നിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹയർ ചോൺ ആൻഡ് ഷോപ്പിയുടെ കേസുണ്ടായിരുന്നു. 2 കേസുകളാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പരിഗണിച്ചത്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ശ്രീനാഥ് ശ്രീധരൻ വെസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ ശ്രീ പി എ വത്സൻ കൊടുത്ത FIRൻ്റെ ബേസിസിൽ ഉള്ള കേസാണത്. 2 കേസുകളും ഇന്ന് പരിഗണിച്ചത് ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ബെഞ്ചിലാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പ്രതാപൻ വെസസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതെന്ന് പറഞ്ഞാൽ മനു MJ എന്ന വ്യക്തി ഹൈറിച്ചിൻ്റെ കോയിനായ ക്രിപ്റ്റോ കോയിനായ HRC കോയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുത്ത FIR 880/2022 അത് ബേസ് ചെയ്തിട്ടുള്ള കേസാണ്. ഇപ്പോൾ 2 കേസിൻ്റെയും കേസ് അപ്ഡേറ്റിലേക്ക് വരാം. ഫസ്റ്റ് ആദ്യം പരിഗണിച്ചത് ശ്രീനാഥ് ശ്രീധരൻ വെസസ് സ്റ്റേറ്റ് ഓഫ് കേരള. ശ്രീ വത്സൻ കൊടുത്ത FIRൻ്റെ ബേസിസിൽ ഉള്ള കേസായിരുന്നു. ഐറ്റം നമ്പർ 8 ആയിട്ടാണ് ജസ്റ്റിസ് അരുൺ സാറിൻ്റെ ബെഞ്ചിൽ പരിഗണിച്ചത്. അപ്പോൾ ഇന്ന് നീണ്ട വാദങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഹൈറിച്ചിനെ റെപ്രസെൻ്റ് ചെയ്തത് ആ കേസിൽ ശ്രീനാഥ് ശ്രീധരനെ റെപ്രസെൻ്റ് ചെയ്തത് ന്യൂട്ടൺസ് ലോയിലെ അഡ്വക്കേറ്റ് മനോജ് V ജോർജ് സാറായിരുന്നു. അപ്പോൾ നല്ല വാദമായിരുന്നു കോടതിയിലുണ്ടായിരുന്നത്. അപ്പോൾ ആ വാദത്തിനൊടുവിൽ അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിൻ്റെ വാദങ്ങൾ റേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വാദത്തിനൊടുവിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് VG അരുൺ സാറ് ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്ററിം ഓർഡറിൻ്റെ ബേസിസിൽ ഒരു ഡയറക്ഷൻ വെച്ചിരിക്കുകയാണ്. ഈ കേസ് അന്വേഷിക്കുന്ന ഈ ചേർപ്പ് പോലീസിലെ ഈ FIR നമ്പർ 1070/2023 ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഉള്ള ഡയറക്ഷൻ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആ ഇൻറ്ററിം ഓർഡർ ഇടക്കാല ഉത്തരവ് അത് വായിക്കുമ്പോൾ അതുപോലെ തന്നെ ടച്ചിങ് അപ്പോൾ അവിടെ ജസ്റ്റിസ് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഇതാണ്: ടച്ചിങ് അപ്പോൺ ദ കണ്ടൻഷൻ റേസ്ഡ് ഇൻ ദിസ് ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷൻ. അപ്പോൾ അതിൽ ഹൈറിച്ച് റേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആൻസർ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് സമർപ്പിക്കണം. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഓൾറെഡി ഇതുമായിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ചെയ്യുന്ന ഓഫീസർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഹൈറിച്ച് റേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് അതിനുള്ള ആൻസേഴ്സ് ഈ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ സമർപ്പിക്കണം എന്നാണ് അവിടെ ജസ്റ്റിസ് അരുൺ സാറിൻ്റെ ബെഞ്ചിൽ നിന്ന് ഇപ്പോൾ ഇൻ്ററിം ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാർച്ച് 11 ഇനിയിപ്പോൾ അടുത്ത കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർച്ച് 11 അപ്പോൾ 11 ഈ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് ഇനി ബാക്കിയുള്ള കോർട്ട് പ്രൊസീഡിങ്സ് നടക്കാനിരിക്കുകയാണ്. അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ശ്രീ KD പ്രതാപൻ വെസസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രീ മനു MJ എന്ന വ്യക്തി. പുള്ളി അത് കൊടുത്തിരിക്കുന്നത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ്. അത് ഹൈറിച്ചിൻ്റെ HRC കോയിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ FIR നിങ്ങൾക്ക് FIR നമ്പർ എന്ന് പറഞ്ഞാൽ 880/2022. ആ FIR എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്തുള്ള കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി 1600 രൂപയ്ക്ക് HRC കോയിൻ മേടിച്ചു. അപ്പോൾ അതിൽ പുള്ളിയുടെ അപ്ലൈൻ ലീഡർ ബിൻസി എബ്രഹാം മുഖേനയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ FIRലുള്ള അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ 1600 രൂപയുടെ കോയിൻ വാങ്ങിച്ചു. അത് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു കോയിൻ എന്നാണ് അവിടെ FIRൽ റേസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹയർ ചോൺ ആൻഡ് ഷോപ്പി HRC കോയിൻ ലിസ്റ്റ് ചെയ്ത ഡീറ്റെയിൽസും ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഡീറ്റെയിൽസും അതെല്ലാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ കേസ് ആകുന്നവരെ ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് നടന്നുകൊണ്ടിരുന്നത്, അതുപോലെ ഈ കോയിൻ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങൾ അതെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഡീറ്റെയിൽസ് സമർപ്പിച്ചായിരുന്നു. അപ്പോൾ ആ ഡീറ്റെയിൽസിൻ്റെ ബേസിസിൽ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് ഒരു വിശദീകരണം
തേടിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് അരുൺ സാറിൻ്റെ ബെഞ്ച് ഒരു ആൻസർ പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് ചോദിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസും ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സും ഈ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സും ലിസ്റ്റിംഗ് ഡീറ്റെയിൽസും എല്ലാം കോടതിയിൽ ഹൈറിച്ച് മാനേജ്മെൻറ്റ് സമർപ്പിച്ചു. അപ്പോൾ അതിനുള്ള ആൻസർ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന FIR ഇത് ലിസ്റ്റ് ചെയ്യാത്ത ഒരു കോയിനാണ് കബളിപ്പെട്ടു എന്നുള്ള ആരോപണങ്ങളാണ് FIR റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ആൻസർ ഒരു റിപ്ലൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ആ കേസും ഇപ്പോൾ മാർച്ച് 11 11ലേക്ക് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ രണ്ട് കേസ് ഈ രണ്ട് കേസുകൾ ഇപ്പം ശ്രീ വത്സനും അതുപോലെ ശ്രീ മനു MJ കൊടുത്ത കേസിൻ്റെ ബേസിസിലാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളും ഇപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 14 മാസമായിട്ട് ഹൈറിച്ചിലെ മെമ്പേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൂല കാരണം റൂട്ട് കോസിലേക്ക് തന്നെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതാണ് കേസ് അപ്ഡേറ്റ്. ഇപ്പോൾ രണ്ട് കേസുകളും ഇപ്പോൾ മാർച്ച് 11 പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഡീറ്റെയിൽഡ് വിശദീകരണം ചോദിച്ചുകൊണ്ട്. ഈ രണ്ടാമത്തെ കേസിൽ പ്രതാപൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ശ്രീ മനു MJ കൊടുത്ത കേസിൽ ശ്രീ പ്രതാപനും അതുപോലെ ശ്രീന പ്രതാപനും വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത് ശ്രീകുമാർ അസോസിയേറ്റ്സ് തന്നെയാണ്. അഡ്വക്കേറ്റ് ശ്രീകുമാർ സാറും അതുപോലെ മാർട്ടിൻ സാറിൻ്റെ ടീം തന്നെയാണ്. എന്നാൽ പെറ്റീഷൻ നമ്പർ 3 ബിൻസി എബ്രഹാമിന് വേണ്ടി ഹാജരായത് ന്യൂട്ടൺസ് ലോയിലെ മനു V. ജോർജ് സാറാണ്. അപ്പോൾ കേസ് അപ്ഡേറ്റ്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പല മെമ്പേഴ്സും ഈ എന്താണ് ക്രിപ്റ്റോ കറൻസിയുടെ ലിസ്റ്റിംഗ്, അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ യാഹൂ ഫിനാൻസ്, ഇപ്പോൾ യാഹൂ വെബ്സൈറ്റ് എല്ലാവർക്കും അറിയാലോ, യാഹൂ ഫിനാൻസ് തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ HRC കോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഓഗസ്റ്റ് 5 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 5 വരെ അതിൻ്റെ അകത്ത് യാഹൂ ഫിനാൻസിൽ ലൈവായിട്ട് തന്നെ HRC കോയിൻ്റെ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ എല്ലാം അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ യാഹൂ ഫിനാൻസിൽ തന്നെ അതിൻ്റെ അകത്ത് ഓൾറെഡി ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡേറ്റ ഈസ് പ്രൊവൈഡഡ് ബൈ കോയിൻ മാർക്കറ്റ് ക്യാപ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇപ്പം ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രൈമറി അല്ലെങ്കിൽ ഒരു പ്രൈമറി എന്നല്ല ഒരു ഉന്നത ബോഡി എന്ന് തന്നെ പറയാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞ ആ ബോഡിയാണ്. ആ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഒരു പർട്ടിക്കുലർ ക്രിപ്റ്റോ കറൻസി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് കുറേയധികം മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിംഗ് ബോഡി അത് ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്ത ഒരു കോയിനാണ് ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ HRC കോയിൻ. അത് എന്തായാലും ഡേറ്റ ഇപ്പോൾ ഞാൻ പറയുന്നതല്ല, കോയിൻ മാർക്കറ്റ് ക്യാപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡേറ്റയാണ്. എന്തായാലും ആ ഒരു ഡേറ്റയുടെ യാഹൂ ഫിനാൻസിൻ്റെ ആ ഒരു ലിങ്കും കൂടെ ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും കാണാം. അപ്പോൾ അതിൻ്റെ അതെന്നാണ് ലോഞ്ച് ചെയ്തത്, ബാക്കിയുള്ള എല്ലാ ഇൻഫർമേഷനും അതിൻ്റെ അകത്ത് ഉണ്ട്. അതിൻ്റെ ഇപ്പോഴുള്ള പ്രൈസ് എത്രയാണ്, അത് എത്ര പ്രൈസിലാണ് അത് വന്നത്, അതെല്ലാ കാര്യങ്ങളും ടോട്ടൽ എത്ര നമ്പർ ഓഫ് കോയിൻസ് ഉണ്ട് HRC കോയിൻസ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കിലുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് മാത്രമായിരിക്കില്ല. ഇപ്പോൾ ഓൾറെഡി ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. അതെന്തായാലും ഒരു ബേസിൽസ് അലിഗേഷനായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓൾറെഡി. കാരണം എനിക്ക് ഷെയർ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനി, അത് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ US ബേസ്ഡ് ഇതാണ്, ഒരു ലിസ്റ്റിംഗ് ഏജൻസിയാണ്. അപ്പം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരു കമ്പനി ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു HRC കോയിൻ ലിസ്റ്റ് ചെയ്യുന്നത് തന്നെ അത് ഒരു അഭിമാനിക്കുക, അതൊരു എല്ലാവരും ഇന്ത്യക്കാരനും അഭിമാനിക്കുന്ന പോലെ ഒരു അഭിമാനിക്കേണ്ട കാര്യമാണ്. എന്തായാലും നിർഭാഗ്യവശാൽ കുറച്ച് അലിഗേഷൻ്റെ ബേസിസിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണ്. എന്തായാലും ഇതൊരു അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു ഇത്രയധികം സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ നിന്നുള്ളൊരു കമ്പനി
അത്രയധികം ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്, ഇപ്പോൾ ഇന്ത്യക്കാണെങ്കിലും അതുപോലെ കേരളത്തിനാണെങ്കിലും. അപ്പോൾ എന്തായാലും ബഹുമാനപ്പെട്ട കോടതി സത്യങ്ങൾ എല്ലാം പുറത്തു വരട്ടെ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഈ വീഡിയോടൊപ്പം താഴെ പിൻ ചെയ്തേക്കാം. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ ഡി പ്രതാപിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ ലേറ്റർ ദിസ് വീക്ക്, 21 ഫെബ്രുവരിയിലാണെന്ന് ഇനി പരിഗണിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല നല്ല വാർത്തകൾ വരട്ടെ. എനിക്ക് എല്ലാം വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഡയറക്ഷൻസിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ല നല്ല വാർത്തകൾ വരട്ടെ. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.